ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നല്ല നാടൻ വെണ്ടക്ക ഇട്ടിട്ടുണ്ട്. വെണ്ടക്ക വെച്ചിട്ടൊരു വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെണ്ടക്ക സ്കൂൾ ബസ് വെണ്ടയ്ക്ക വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തോരൻ വറവ്, വറവ് എന്ന് പറയും, പിന്നെ ചില ആൾക്കാർ തോരൻ എന്ന് പറയും. അതുതന്നെയാണ് സംഭവം കേട്ടോ. വെണ്ടയ്ക്ക വെച്ചിട്ട് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇത് കിട്ടിയിട്ടാകുമ്പോൾ എനിക്ക് ഒന്നുകൂടി, പക്ഷേ അത് ഫസ്റ്റ് തന്നെയാണ് കേട്ടോ, ചാനൽ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ്. അതിനങ്ങനെ വ്യൂസൊന്നുമില്ല, അങ്ങനെ അധികം ആൾക്കാർ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. അല്ല, ഇപ്പോഴും വ്യൂസൊന്നും ഇല്ല കേട്ടോ, വ്യൂസെല്ലാം കുറവ് തന്നെയാണ്. എന്നാലും അപ്പോൾ ഈ വെണ്ടയ്ക്ക ഞാനുണ്ടല്ലോ നല്ല കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ. ഒരു പശ പോലെ ഇനി വെള്ളമയോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വറുക്കുന്ന സമയത്ത് ഒരുമാതിരി ഇങ്ങനെ ഒരു പശയില്ലേ, പശ അതുണ്ടാവും. അപ്പോൾ ഇത് തുടച്ചെടുത്താൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് തുടച്ചെടുത്തിട്ട് ഇതാക്കണത്. അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, മുറിച്ചെടുക്കാം കേട്ടോ. ഞാനല്ല കത്രി വെച്ചിട്ട് ഇത് വെണ്ടയ്ക്ക ഇതുവരെ അങ്ങനെ മുറിച്ചിട്ടാണ് നോക്കിയൊക്കെ ആവും. കുഴപ്പമില്ല, ആവുന്നുണ്ട്. നേരിങ്ങനെ ആവുന്നുണ്ട്, പക്ഷെ എന്നാലും കത്തി തന്നെയാന്ന് തോന്നുന്നു നല്ലത്. കത്തി വെച്ചിട്ട് ഓടിക്കാം. കത്തിയാണെങ്കിൽ പറ്റുന്നില്ല. ഇത് കുറച്ച് മൂത്തിന് കേട്ടോ വെണ്ടയ്ക്ക. അപ്പം ഞാൻ വെണ്ടയ്ക്കല്ല ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല കേട്ടോ, ഒട്ടും വെള്ളമില്ല. പിന്നെ പച്ചമുളകുണ്ട്, സവാളയുണ്ട്, കുറച്ച് ഇല്ലൂട്ടാ, അരക്കഷ്ണം. ഇത് കുറേ ഉണ്ടായിന് കേട്ടോ, പക്ഷേ അതിൽ ഇടക്കിടക്കെല്ലാം മൂത്തത് ഉണ്ടായതുകൊണ്ട് ഞാൻ കളഞ്ഞു. ഇപ്പോൾ ഇത് ഒട്ടുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളോട് വറവെന്നല്ല പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് തന്നെ ആക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വറവാക്കി കാണിച്ചു തരാം കേട്ടോ. മുട്ടയും വെണ്ടയ്ക്കയും കൂടെ കുറേയെല്ലാം വേസ്റ്റായി പോയി. കൂടുതലതിൽ മൂത്തത് ഉണ്ടായിന്. മൂത്തതാകുമ്പോൾ അത്ര കൊള്ളൂല വറുത്താൽ. അപ്പം ഇതിലിനി ഉപ്പ് വേണം, മഞ്ഞൾ വേണം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വേണം. അത് നമുക്ക് ചേർക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, ചൂടായി. അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ പെട്ടെന്നായി കേട്ടോ, ഒരു പണിയുമില്ല, ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ
ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഒരു കുഞ്ഞ് ടീസ്പൂൺ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയല്ല നിന്ന് കേട്ടോ. ഞാനിത് വെണ്ടയ്ക്ക വേറെ മുട്ടയൊന്നും ചേർക്കാണ്ട് വറവാക്കാൻ നിന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരുപാട് മൂത്ത വെണ്ടയ്ക്കയിലുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഒട്ടും ഉണ്ടാവില്ല. ഒരു മുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വെണ്ടയ്ക്ക മാത്രം ആക്കിയതുണ്ട് കേട്ടോ. അതെൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. നല്ല അടിപൊളി വെണ്ടയ്ക്ക വറവ് ഞാൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പിൽ. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നേക്കാം അടച്ചു വെക്കാൻ പാടില്ല എന്നുള്ള. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല പാല് തോർത്തിയിട്ട് വെണ്ടയ്ക്കെല്ലാം കഴുകി തുടച്ച് മുറിച്ച് കഴിഞ്ഞാൽ ആ പശപ്പശപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് ആവി കയറ്റി വാട്ടിയെടുക്കാം കേട്ടോ. ആവട്ടെ. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അത് വെന്തിട്ടുണ്ടാവും, കാരണം അതിന് അങ്ങനെ വേവൊന്നുമില്ല. വേണ്ടത് വേണ്ടതാ, ഒട്ടും പസപ്പൊന്നുമില്ലല്ലോ. അല്ല, അടിപൊളിയായിട്ട് വന്നിട്ടേ. ഇങ്ങനെ ആവി വെള്ളം വീഴുമ്പോൾ കൊഴുപ്പ് വരും അങ്ങനെയൊന്നുമില്ല. ഇത് പറഞ്ഞ പോലെ ഒന്നും എല്ലാം തുടച്ചിട്ട് ഒന്നിനും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതാ ഞാൻ ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റൊരു മുട്ടയില്ല കേട്ടോ. ഞാൻ ഇത് വെണ്ടയ്ക്ക കുറവായതുകൊണ്ട് പിന്നെ ചേർക്കുന്നതാണ്. കുറച്ച് ഉപ്പ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. ആ മുട്ടയിലേ കുറച്ച് ഉപ്പ് ഞാൻ മിക്സ് ചെയ്തിന് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു പിഞ്ചുപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാടും വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. അങ്ങനെയോ എനിക്കിങ്ങനെ പീസായിട്ട് വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതങ്ങനെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക. കണ്ടോ? ഇങ്ങനെ വന്നതിന് ശേഷം ഇളക്കി കൊടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാൻ. എൻ്റെ അടുത്ത് മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ദേവൂട്ടനും സ്കൂൾ കൊണ്ടുപോകുന്നുണ്ട്. മുട്ട സ്റ്റോക്ക് ഉണ്ടായതെല്ലാം കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. മുട്ടയുടെ കഷ്ണം ഇങ്ങനെ കിട്ടുമ്പോൾ ഇല്ലേ നല്ല രസമാണത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആയിട്ട് ആ പണി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ചിക്കൻ മസാലയും എല്ലാം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്നൊരു കറിവേപ്പില ഇട്ട് കൊടുക്കും. നമ്മളെ വെണ്ടയ്ക്ക മുട്ട വറവ് റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മുട്ട തോരൻ. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതാ നമ്മളെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ വറവ്. നമ്മൾ വറവ് എന്ന് പറയും, നിങ്ങൾ പറയുന്ന തോരൻ.
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ആവി പറക്കുന്ന വെണ്ടയ്ക്കത്തോരൻ റെഡി. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുള്ള അഭിപ്രായം അറിയിക്കാം. ഇതുപോലെ നല്ല അടിപൊളി പശപ്പില്ലാണ്ട് ഞാൻ പറയുന്ന രീതിയിൽ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ആക്കാൻ പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.